കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ ആത്മഹത്യയിൽ പരാതിയുമായി കുടുംബം. സ്ഥലമാറ്റത്തിന് ശേഷം ആശാലത കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്ഥലമാറ്റത്തിന് പിന്നാലെ കണ്ണൂർ ചൊക്ലി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ ദീപലേഖ കുഴഞ്ഞുവീണ് മരിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. റവന്യൂ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ആശാലതയെ 3 മാസം മുമ്പാണ് എൻഡോസൾഫാൻ സെല്ലിലേക്ക് മാറ്റിയത്. സ്ഥലം മാറ്റത്തിൽ ആശാലത കടുത്ത മാനസിക വിഷമം നേരിട്ടിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ഭരണമാറ്റത്തിന് ശേഷം ഓഫീസിലെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയെന്നും ആരോപണമുണ്ട്. എന്നോട് ഒരാഴ്ച മുമ്പ് ഇതാണ് സംഭവം പറഞ്ഞു. ഓഫീസിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഏകദേശം ആൾക്കാരൊക്കെ സ്ഥലം മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു മൂഡ് ഓഫിലാണ് എന്നോട് സംസാരിച്ചതെന്ന്. ഓഫീസിൽ എല്ലാവരും ഒന്ന് ഒറ്റപ്പെടുത്തുന്നുണ്ടെന്നും ആളുകൾ കുറച്ച് ഡിപ്രഷനിൽ പോയാലാണ് അതിന് ശേഷം ഉണ്ടായത്. അത്ര നല്ല ആക്റ്റീവായിട്ട് എന്തുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ഫാമിലി ഓർ മാത്രമേ അവർ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളെ ആയിട്ടുള്ളൂ. കടുത്ത മാനസിക വിഷമം വിവരിക്കുന്ന ആശാലതയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു. പിന്നെ കുറച്ച് പ്രശ്നത്തിലാണെന്നുള്ളത്, കുറച്ച് ടെൻഷനെല്ലാം ഉണ്ട്. ഓഫീസിലത്തെ കാര്യം വീട്ടിലത്തെ കാര്യം എല്ലാം ആയിട്ട്. അതുകൊണ്ട് എനിക്കെന്തോ അതിൽ ചർച്ച ചെയ്യാനുള്ള അത്ര മൂഡ് വന്നിട്ട് അതുകൊണ്ടാണ് വരാത്തത്. എനിക്ക് നല്ലോണം കഴിയുന്നില്ല മനസ്സിലും ശരീരത്തിലും. അതുകൊണ്ടാണ് ഞാനൊന്നും കൂടെ. NGO കൗൺസിൽ അംഗതയുടെ സ്ഥലമാറ്റം രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമാണെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആരോപണം. അതേസമയം സ്ഥലമാറ്റത്തിന് പിന്നാലെ ചൊക്ലി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ ദീപലേഖ കുഴഞ്ഞു വീണ് മരിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. 1 മണിക്കൂർ ജോലി ബഹിഷ്കരിച്ചായിരുന്നു കേരള NGO യൂണിയന്റെ പ്രതിഷേധം. റിപ്പോർട്ടർ, കാസർഗോഡ്.